നമസ്കാരം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് 2021 നടന്ന 10th ലെവൽ പ്രിലിമിനറിയുടെ 4th സ്റ്റേജിലെ ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 44ാം വയലാർ അവാർഡ് നേടിയത് ആര്? ആൻസർ ഓപ്ഷൻ സി, ഏഴാച്ചേരി രാമചന്ദ്രൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിരൂപണ രംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന 2020 ONV പുരസ്കാരം നേടിയത് ഡോക്ടർ എം ലീലാവതി. തിളച്ച മണ്ണിൽ കാൽനടയായി അടുത്തിടെ അന്തരിച്ച ഏത് എഴുത്തുകാരൻ്റെ ആത്മകഥയാണ്? ആൻസർ പുതുശ്ശേരി രാമചന്ദ്രൻ. അടുത്ത ക്വസ്റ്റ്യൻ, 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളി സാഹിത്യകാരൻ ആര്? ആൻസർ ഓപ്ഷൻ സി, വി മധുസൂദനൻ നായർ. മലയാളത്തിലെ മികച്ച കൃതിക്കുള്ള 2019 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ കൃതി അച്ഛൻ പിറന്ന വീട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏത്? ആൻസർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2019 ഡിസംബറിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന സംസ്കൃത ശിലാലിഖിതം കണ്ടെത്തിയ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ബ്രിട്ടനിൽ ധനമന്ത്രിയായി നിയമിതനായ ഇന്ത്യൻ വംശജനാണ് ഋഷി സുനിക്. ഏതിൻ്റെ ലഭ്യതയാണ് മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 ജനുവരിയിൽ സുപ്രീം കോടതി നിരീക്ഷിച്ചത്? ആൻസർ ഇൻ്റർനെറ്റ്. ഇന്ത്യയിൽ ആദ്യമായി കോവിഡ് ബാധിച്ച് മരണപ്പെട്ട മന്ത്രിയായ കമൽ റാണി വരുൺ ഏത് സംസ്ഥാനത്തെ മന്ത്രിയാണ്? ഉത്തരം ഉത്തർപ്രദേശ്. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന രേഖാംശ രേഖയാണ് 82°30' പൂർവ്വരേഖാംശം. ഓപ്ഷൻ ബി. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നിലാണ്? ആൻസർ ഓപ്ഷൻ ബി, 5 മണിക്കൂർ 30 മിനിറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്ക് പർവ്വതം? ആൻസർ ഓപ്ഷൻ ബി, ആരവല്ലി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമാണ് ആനമുടി. ഒരു നദിയിലേക്ക് വെള്ളം എത്തുന്ന നിശ്ചിത പ്രദേശം അറിയപ്പെടുന്ന പേരാണ് വൃഷ്ടി പ്രദേശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ജഹാംഗീറിൻ്റെയും നൂർജഹാൻ്റെയും ശവകുടീരങ്ങൾ സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, രവി. ഇന്ത്യയിലെ ഉഷ്ണകാലം ഏത്? ഇന്ത്യയിലെ ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ്. ഓപ്ഷൻ ബി. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. പോയിന്റ് കാൽബർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? പോയിന്റ് കലൈമർ പക്ഷി സങ്കേതം ഏത് സംസ്ഥാനത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? തമിഴ്നാട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ദേശീയ ഉദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. അവസാനമായി ഇന്ത്യ വിട്ടുപോയ വിദേശീയരാണ് പോർച്ചുഗീസുകാർ. 1857 കലാപം അറിയപ്പെടുന്നത് ശിപായി ലഹള. കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ച ഗവർണർ ജനറലാണ് വാറൻ ഹേസ്റ്റിങ്സ്. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. വേദങ്ങളുടെയും പ്രധാനപ്പെട്ട 5 ഉപനിഷത്തുകളുടെയും പരിഭാഷ ബംഗാളിയിൽ പ്രസിദ്ധീകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് രാജാറാം മോഹൻ റോയ്. ഇന്ത്യയെ കണ്ടെത്തൽ എന്ന കൃതി രചിച്ചത് ജവഹർലാൽ നെഹ്റു. അധികാരത്തിലിരിക്കെ അന്തരിച്ച ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നീൽ ദർപ്പൺ രചിച്ചതാര്? ദീനബന്ധു മിത്ര. ഇന്ത്യയുടെ പ്രഥമ പൗരനായ ആദ്യ മലയാളിയാണ് KR നാരായണൻ. ഉപരാഷ്ട്രപതിയായതിനു ശേഷം രാഷ്ട്രപതിയായ ആദ്യ വ്യക്തിയാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് പ്രതിപാദിച്ചിട്ടുള്ളത്? പാർട്ട് 3യിലാണ്. അടിയന്തരാവസ്ഥ സമയങ്ങളിൽ മൗലിക അവകാശങ്ങൾ റദ്ദ് ചെയ്യാനുള്ള അധികാരമുള്ളത്? ഓപ്ഷൻ ബി, രാഷ്ട്രപതിക്കാണ്. സ്വത്തവകാശം ഇപ്പോൾ എന്തവകാശമാണ്? സ്വത്തവകാശം ഇപ്പോൾ നിയമാവകാശമാണ്. ഓപ്ഷൻ ബി. അൺടച്ചബിലിറ്റി നിരോധനം വ്യവസ്ഥ ചെയ്യുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 17. ഏത് അനുച്ഛേദം
പ്രകാരം ഏർപ്പെടുത്തുന്ന അടിയന്തരാവസ്ഥയിലാണ് രാഷ്ട്രപതിക്ക് മൗലിക അവകാശങ്ങൾ റദ്ദു ചെയ്യാനുള്ള അധികാരമുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി, അനുച്ഛേദം 352. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും മെമ്പർമാരെയും നിയമിക്കുന്നത് രാഷ്ട്രപതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറും മെമ്പർമാരും രാജിക്കത്ത് നൽകേണ്ടത് രാഷ്ട്രപതിക്ക്. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് 1993 സെപ്റ്റംബർ 28. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. ഓപ്ഷൻ സി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് സെക്രട്ടറി ജനറൽ. ഓപ്ഷൻ എ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കോർപ്പറേഷനാണ് കണ്ണൂർ. കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. മഴനിഴൽ പ്രദേശമാണ് ചിന്നാർ. കേരളത്തിൽ ശൈത്യകാലം അനുഭവപ്പെടുന്നത് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ. പക്ഷിപാതാളം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, വയനാട്. കേരളത്തിലെ ആദ്യ കയർ ഫാക്ടറി അതായത് ഡാറാസ് ആലപ്പുഴയിൽ സ്ഥാപിതമായത് ഏത് വർഷമാണ്? 1859 സ്ഥാപിതമായത്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. ഇടുക്കി പദ്ധതിയുടെ സ്ഥാപിത ശേഷി എത്രയാണെന്ന് ചോദിച്ചാൽ 780 മെഗാവാട്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48, 780 മെഗാവാട്ട്. ഓപ്ഷൻ ഡി. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത 85 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് കൊച്ചി, ഡോണ്ടി പോയിന്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 51. അയ്യങ്കാളി ജനിച്ച ദിവസമാണ് 1863 ഓഗസ്റ്റ് 28. സമപന്തി ഭോജനം സംഘടിപ്പിച്ചതാര്? ഓപ്ഷൻ സി, വൈകുണ്ഠസ്വാമി. അക്കാമ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചതാര്? ആർ പാർവതി ദേവിയാണ് അക്കാമ ചെറിയാൻ എന്ന പുസ്തകം രചിച്ചത്. ഓപ്ഷൻ സി. ആഗമാനന്ദ അന്തരിച്ച വർഷം? ഓപ്ഷൻ സി, 1961. 1980 അയ്യങ്കാളി പ്രതിമ വെള്ളയമ്പലത്ത് അനാച്ഛാദനം ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. ഓപ്ഷൻ ബി. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമി. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. ക്വസ്റ്റ്യൻ നമ്പർ 58. ഒന്നാം പഴശ്ശി വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാന കാരണമാണ് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമം. ഓപ്ഷൻ എ. കുണ്ടറ വിളംബരം നടന്നതെന്ന്? ഓപ്ഷൻ ഡി, 1809 ജനുവരി 11. ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുന്നതിനുള്ള അവകാശം നൽകിയത് എന്ന് ചോദിച്ചാൽ 1859 ജൂലൈ 26. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. രക്തപര്യന വ്യവസ്ഥ കണ്ടെത്തിയത് വില്യം ഹാർവി. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ. മദ്യം ബാധിക്കുന്ന തലച്ചോറിന്റെ ഭാഗമാണ് സെറിബെല്ലം. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. മൂത്രത്തിലൂടെ വിസർജിക്കപ്പെടുന്ന ജീവകമാണ് ജീവകം സി. ഓപ്ഷൻ എ. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വിറ്റാമിൻ എച്ച് എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. ഓപ്ഷൻ എ, ബയോട്ടിൻ. വിറ്റാമിൻ എച്ച്, ബയോട്ടിൻ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് ആരംഭിച്ചതെന്നാണ്? 2015 ഒക്ടോബർ 25. റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിൽ പ്രതിപാദിക്കുന്ന വിഷയമാണ് DDT. ആറ്റത്തിലെ നെഗറ്റീവ് ചാർജുള്ള കണമാണ് ഇലക്ട്രോൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. മാസ് നമ്പർ 2 ഉള്ള ഹൈഡ്രജൻ ഐസോറ്റോപ്പാണ് ഡ്യൂട്ടീരിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഒന്നാമത്തേത് നൈട്രജൻ. എണ്ണയോ കൊഴുപ്പോ ഒരു ആൽക്കലിയുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന ലവണം അറിയപ്പെടുന്നത് സോപ്പ്.
പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ, ദ്രവ്യം ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവസ്ഥ ഏതാണ്? പ്ലാസ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഊർജം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് ജൂൾ. തുല്യ സമയത്തിൽ തുല്യ ദൂരം സഞ്ചരിക്കുന്ന ചലനമാണ് സമചലനം. ഒരു വസ്തുവിനെ മുൻപോട്ടോ പിൻപോട്ടോ ചലിപ്പിക്കാൻ പ്രയോഗിക്കുന്ന ശക്തിയാണ് ബലം. സൗരയൂഥം പിന്നിട്ട ആദ്യ മനുഷ്യനിർമ്മിത പേടകമാണ് വോയേജർ 1. ഇനി മാത്സ് ആണ്. അതിൻ്റെ ആൻസർ പറയാം, ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്തിടാം. 81. താഴെ കൊടുത്തിരിക്കുന്ന സംഖ്യകളിൽ 12ൻ്റെ ഗുണിതം ഏത്? ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 82ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 83ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 84ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 85, ഒരു നിശ്ചിത തുക എക്കും ബിക്കുമായി 4:12 എന്ന അനുപാതത്തിൽ വിഭജിച്ചാൽ ആകെ തുകയുടെ എത്ര ഭാഗമായിരിക്കും ബിക്ക് കിട്ടുക? ആൻസർ 3/4. ഓപ്ഷൻ ബി 3/4. 3 പേരുടെ ശരാശരി വയസ്സ് 13. ഇതിൽ 2 പേരുടെ ശരാശരി വയസ്സ് 14. മൂന്നാമൻ്റെ വയസ്സ് എത്ര? ആൻസർ ഓപ്ഷൻ ബി 11. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു വസ്തുവിന് 35%, 10% എന്നിങ്ങനെ തുടർച്ചയായ ഡിസ്കൗണ്ട് അനുവദിച്ചതിനു ശേഷം 1170 രൂപയ്ക്ക് ഒരാളിത് വാങ്ങിയാൽ അതിൻ്റെ യഥാർത്ഥ വില എന്ത്? ആൻസർ ഓപ്ഷൻ എ 2000. ഒരു വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് 30 km/മണിക്കൂർ വേഗത്തിലും തിരികെ ഓഫീസിൽ നിന്ന് 20 km/മണിക്കൂർ വേഗത്തിലും സഞ്ചരിക്കാൻ ആകെ 5 മണിക്കൂർ എടുത്തു എങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്ര? ആൻസർ ഓപ്ഷൻ ബി 60 km. അടുത്തത് 89ൻ്റെ ആൻസർ ബി ആണ്. ഞാൻ മാത്സ് ചെയ്തിടാം, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോകുന്നത്. 90ൻ്റെ ആൻസർ ഓപ്ഷൻ സി. 91ൻ്റെ ആൻസർ ഓപ്ഷൻ എ. 92ൻ്റെ ആൻസർ ബി. 93ൻ്റെ ആൻസർ സി. 94ൻ്റെ ആൻസർ എ. നെക്സ്റ്റ് 95ൻ്റെ ആൻസർ ഡി ആണ്. 96ൻ്റെ ആൻസർ ഡി ആണ്. 97ൻ്റെ ആൻസർ ബി. 98ൻ്റെ ആൻസർ ഡി. 99ൻ്റെ ആൻസർ ബി. 100ൻ്റെ ആൻസർ ബി 11. ഇത് കേരള PSC പ്രസിദ്ധീകരിച്ച പ്രൊവിഷണൽ ആൻസർ കീ വെച്ചിട്ടാണ് ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. മാത്സ് നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്.